മണി പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, ഈ ലോകത്തുള്ള ആൾക്കാര് അവരുടെ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. പോൾ വഴി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയ്റ്റനും അവന്റെ ടീമിനും മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരുന്നതിനും അവരെ കൺട്രോൾ ചെയ്യുന്നതിനുമുള്ള ഒരു ഉപാധിയാണ്. അതിനൊരു എന്താ പറയുക, ഒരു വേയാണ്, ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ ചുറ്റോട് ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ബന്ധുക്കൾ പലരും ഉണ്ടല്ലോ യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരെല്ലാം സെയ്റ്റന്റെയും അവന്റെ ഡീമോണിക് ആയിട്ടുള്ള സ്പിരിറ്റുകളുടെയും കൺട്രോളിലാണ് എന്നൊന്ന് വിചാരിച്ചു നോക്കി. എന്തൊരു അവസ്ഥയിൽ കൂടെ അവിടെ കടന്നു പോകുന്നു. അവർക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യരുതാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പിശാച് അവന്റെ ടീമും മനുഷ്യരെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് ചുറ്റോട് ചുറ്റും കാണാൻ സാധിക്കുന്നത്. അവരുടെ ആത്മാവ് അവരുടെ സ്പിരിറ്റ് മരിച്ചുപോയ ചത്ത ആത്മാവുമായിട്ടാണ് അവർ നടക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവരെ വിടുവിക്കാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, അവരെ യേശുവിലേക്ക് കൊണ്ടുവരിക, ദൈവത്തിന്റെ ഗോസ്പൽ, ഗുഡ് ന്യൂസ് അവരെ കേൾപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് മാത്രമേ മാർഗമുള്ളൂ, രക്ഷയ്ക്കായിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ തേടിയെത്തിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഒരിക്കലും കർത്താവ് ഞങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തിനും അതുവഴി ഉണ്ടായ പിശാചിന്റെ പിടിയിലുമൊക്കെ ആയിപ്പോയിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്നല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇന്നും ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവ് ലോർഡ് ഫാദർ ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയിൽ ഇന്ന് ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ് കർത്താവ് ലോർഡ് ഫാദർ. ഇന്ന് ഞങ്ങൾ അങ്ങയിൽ വേരൂന്നിരിക്കുന്ന വ്യക്തികൾ, അങ്ങയുടെ രക്തം കൊണ്ട് വാഷ് ചെയ്യപ്പെട്ടവരാണ്, അങ്ങയുടെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. താങ്ക് യു ജീസസ് മസ്റ്റുകൾ. ഒരിക്കൽ പോലും നശിച്ചു പോകാത്ത സ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങളുടെ നിത്യതയുടെ അതിലുള്ള കഥ ഗ്യാരണ്ടി ആവുന്നില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അപ്പ ഫാദർ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനാണ് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിന്റെ ആമേൻ. നമുക്ക് നെഫേഷ്യത്തിലേക്ക് പോകും. 2-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന വാക്കുകളാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ, എഫേഷ്യന്റെ 2-ന്റെ 1 തൊട്ട് 3 വരെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും വികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. അപ്പൊ ഇത് പോൾ നമ്മളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് പറയുമ്പോൾ ആയിരുന്നു, ഇപ്പോഴല്ല ഉള്ള കാര്യമല്ല, ആയിരുന്നു. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന വ്യക്തികള്, യേശുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിക്കാതിരിക്കുന്ന വ്യക്തികള്, അവരും ഇങ്ങനെ തന്നെയാണ്, അപ്പൊ അവരുടെ ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം 2-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പൊ അവരവരുടെ ജഡത്തിന്റെ മോഹത്തിൽ നടക്കുമ്പോൾ, നേരത്തെ നമ്മുടെ ജഡത്തിന്റെ മോഹത്തിൽ നടക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ജഡം എന്ന് പറയുന്നത് നമ്മുടെ കാർണൽ നേച്ചർ, ആ നേച്ചർ, നമ്മുടെ ആ ക്യാരക്ടർ, ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ സ്വഭാവം, അത് ഹോളി ഗോഡിനോട് എതിരാണ്, നമുക്കറിയാം. റോമകൃത ലേഖനത്തിൽ 8-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നു, ഗലാത്യർക്കെതിരെ ലേഖനത്തിന്റെ 5-ലും പറഞ്ഞിരിക്കുന്നു, അതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പോൾ വഴി ദൈവം പറയുക, നിങ്ങൾ നിങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ജഡത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ജീവിതത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, നിങ്ങൾ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെയായിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ് പിശാചിനും അവന്റെ സ്പിരിറ്റുകൾക്കും എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ജഡത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരാന്ന് പറയുമ്പോ പാപമാണത്, ജഡത്തിന്റെ സ്വഭാവത്തിൽ എന്ത് ചെയ്താലും അത് പാപമാണ്. അപ്പൊ പാപം സെയ്റ്റനും അവന്റെ ആൾക്കാർക്കും വാതിൽ തുറന്നു കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ വിചാരിച്ചു നോക്കും. നമുക്കറിയാം,
ഒരു നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എവിടെയെങ്കിലും ഒരു മൃഗങ്ങൾ ചത്ത് കിടപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആട് അല്ലെങ്കിൽ പോത്ത് എവിടെയെങ്കിലുമൊക്കെ ചത്ത് കിടപ്പുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ തിന്നാൻ വേണ്ടി ഒരുപാട് കഴുകന്മാര് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതുപോലെ ചത്ത് കിടക്കുന്ന ആ മാംസം ആ മൃഗത്തിനെ പോലെ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി കഴുകന്മാരെ എല്ലാം അട്രാക്ട് ചെയ്യും. അങ്ങനെയാകുമ്പോ ഇത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പിശാചിന്റെ ആത്മാക്കളൊക്കെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് അധിപതിയായവന് അനുസരിച്ച് നടന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ അധിപതിയായവൻ എന്ന് വെച്ചാൽ പിശാചിനെ നമ്മൾ അനുസരിച്ച് നടന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പൊ അനുസരണയെ പറ്റി പറയുമ്പോ റോമകത്ത് ലേഖനത്തിൽ 6ലേക്ക് പോകുമ്പോ റോമകത്ത് ലേഖനത്തിന്റെ 6ന്റെ 16ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞേക്കാം, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? അല്ലെ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആരെയാണോ അനുസരിക്കുന്നത് അവരുടെ ദാസന്മാരാണ് നമ്മൾ. നമ്മൾ ആരെയാണോ അനുസരിക്കുന്നത് അവരുടെ കൺട്രോളിലാണ് നമ്മൾ. നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡിനെയാണ് അനുസരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൺട്രോളിലായിരിക്കും നമ്മൾ. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ നയിക്കും, യേശുവിന്റെ വഴി കൂടെ നയിക്കും. നമ്മള് നമ്മുടെ ജഡത്തിനെ അനുസരിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നമ്മൾ അനുസരിക്കുന്ന പിശാചിനെയായിരിക്കും. അവൻ പറയുന്നത് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പൊ അവൻ പറയുന്ന അനുസരിച്ച് എന്താ പറയണേ, അവന്റെ കൺട്രോളിലായിപ്പോ നമ്മൾ, അല്ലെ? അപ്പൊ അതവിടെ പറഞ്ഞേക്കുന്ന ഇത് എന്താ പറയാ, ഇപ്പൊ ഇവിടെ ഇങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, ആകാശത്തിലെ അധിപതി ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിനും മക്കളിൽ ഇപ്പോൾ വ്യാപിക്കുന്ന ആത്മാവിനും അധിപതിയായവൻ, അല്ല എന്ന് പറയുമ്പോൾ പിശാച്. അപ്പൊ പിശാചിന് അനുസരിച്ച് നടക്കുന്നു എന്ന് പറയുമ്പോൾ പിശാചിന്റെ കൺട്രോളിലാണ്, അവന്റെ കൺട്രോളാണ്. നമുക്കറിയാം നമ്മൾക്ക് നമ്മളെ കൊണ്ട് സകല വിധത്തിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കും, അല്ലെ? ചെയ്യരുതെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സകല കാര്യങ്ങളും ചെയ്തിരിക്കും, അല്ലെ? ചെയ്യിപ്പിച്ചിരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് അവരെ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ, അല്ലെ, മദ്യത്തിന് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ, പോർണോഗ്രഫി പോലുള്ള സൈറ്റുകൾക്ക് അടിമയായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് നിർത്തണമെന്ന് ആഗ്രഹമുള്ള പല വ്യക്തികളുണ്ട്. പക്ഷെ അവർക്ക് നിർത്താൻ സാധിക്കത്തില്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ആദ്യമായി ഇവര് ഒന്ന് എന്താ പറയുക അതിലേക്കൊക്കെ ഒന്ന് പോയപ്പോ അത് ദൈവത്തിനെതിരായിട്ടുള്ള കാര്യമായതുകൊണ്ട് അവര് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുത്തു പിശാചിന്, അല്ലെ? അവന് വരാനുള്ള വാതിൽ തുറന്നു കൊടുത്തു. ഒരു പ്രാവശ്യം അവൻ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മളെ കൺട്രോളിലാക്കി തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ബന്ധനത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധിക്കാതിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന് ആ ബന്ധനത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നതൊക്കെ രീതിയിലുള്ള ഒരു ശക്തിയായിട്ടുള്ള ഒരു കൈകൾ അതിന്റെ പുറകെ വേണം. വിചാരിച്ചു നോക്ക്, ഈ ലോകത്തുള്ള സകല വ്യക്തികളും നമ്മൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, അവന്റെ പിടിയിലായിരുന്നു, നമുക്ക് പോലും അറിയത്തില്ലായിരുന്നു, അല്ലെ? പലപ്പോഴും നമുക്ക് ആരോടും ദേഷ്യപ്പെടണമെന്ന് താല്പര്യമില്ല, പക്ഷെ നമ്മൾ ദേഷ്യപ്പെടുമായിരുന്നു. പിള്ളേരുടെ കുഞ്ഞുങ്ങളോടും ഒക്കെ നമ്മൾ ദേഷ്യപ്പെടുമായിരുന്നു. നമുക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ പോലും, അല്ലെ, നമ്മളെ കൺട്രോളിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് വിചാരിച്ച് ഈ ലോകത്തെ കാണുന്ന മനുഷ്യര്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്ന ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ പലരും, അല്ലെ, ചിലരുടെ മാതാപിതാക്കൾ, ചിലരുടെ വൈഫുമാര് അല്ലെങ്കിൽ ഹസ്ബൻഡുമാര്, അവരെല്ലാവരും ഈ പിശാചിന്റെ അവന്റെ ടീമിന്റെ പിടിയിലാണ്. ഒന്ന് വിചാരിച്ചു നോക്കുക, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പറപ്പുകൾ പലരും പിശാചിന്റെ പിടിയിലാണെന്നൊന്ന് ഓർത്തു നോക്കി. അപ്പൊ നമുക്കറിയാൻ പറ്റും ദൈവം എന്തുകൊണ്ടാണ് നമ്മളോട് വചനം പറയണം എന്ന് പറയുന്നതിന്റെ കാര്യം, അവരെയും കൂടെ യേശുവിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 9ാമത്തെ ചാപ്റ്ററില് 35 തൊട്ട് 38 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ പിടിയിലായിരിക്കുന്ന വ്യക്തികളെ എന്താ പറയുക, വിടുവിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. പല ആൾക്കാരും ഡിപ്രഷന്റെ അടിയിലായിട്ട് ഭയങ്കര ഡിപ്രഷനായിട്ട് പല കുഞ്ഞുങ്ങളും, അല്ലെ, ടീനേജേഴ്സ് ഒക്കെ അവരിങ്ങനെ ഭയങ്കരമായിട്ട് ഡിപ്രഷനായിട്ട്, ഇപ്പൊ ഡിപ്രഷൻ വെസ്റ്റേൺ വേൾഡിലൊക്കെ അമേരിക്ക പോലുള്ള കൺട്രിയിലൊക്കെ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായി തീർന്നിരിക്കുക. ഡിപ്രഷൻ, അല്ലെ? ഡിപ്രഷനും പിന്നെ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി, മറ്റുള്ള മനുഷ്യരെ കൊല്ലാനുള്ള ഒരു ടെൻഡൻസി വളരെ ഈസി ആയിട്ടാണ് ചില ആൾക്കാർക്കൊക്കെ മറ്റുള്ളവരെ കൊല്ലാൻ പറ്റുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേട്ടത്, അല്ലെ, കുടുംബത്തിലുള്ള പലരെ, സ്വന്തം കുഞ്ഞനിയനെ, അല്ലെ, വരെ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യര് താന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു, അല്ലെ? അതിനെല്ലാം കാരണം
കാരണം എന്ന് വെച്ചാൽ അവർ തന്നെ തുറന്നു കൊടുക്കുന്ന വാതിൽ കൂടെ പിശാച് അവര് ജീവിതത്തിലേക്ക് വന്നിട്ട് പിന്നെ അവന്റെ കൺട്രോളിലാവുക ചെയ്യുന്നത്, അല്ലെ? അവന്റെ കൺട്രോളിലാവുക ചെയ്യുന്നത്. അവർക്ക് ഒരുപക്ഷെ അങ്ങനെയൊന്നും വേണമെന്ന് അവർക്ക് പോലും താല്പര്യമില്ലെങ്കിൽ പോലും പിന്നെ അവന്റെ പിശാചിന്റെ അവന്റെ ടീമിന്റെ അവന്റെ എന്താ പറയാ ദുരാത്മാക്കളുടെ കൺട്രോളിലായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ നമ്മള് മനുഷ്യര് വിചാരിക്കുന്നത് വെച്ചാല് ഈ ആൾക്കാർ ഇവരിതെല്ലാം ചെയ്യുന്നു, ഇവര് മോശമാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ വരുവാണ്. അതെ, അവര് വാതിൽ തുറന്ന് കൊടുത്തിട്ടാണ് പിശാചിന് അവരുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കൊടുത്തിട്ടാണ്, വാസ്തവമാണ് അല്ലെ? ലീഗൽ അതോറിറ്റി അല്ലെ, ലീഗലായിട്ടുള്ള അതോറിറ്റി കൊടുത്തതാണ്, അത് വാസ്തവമാണ്. പക്ഷെ അതിനുശേഷം അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ തോന്നിയവസ്ഥയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ യേശു ഇവിടെ മത്തായിയുടെ സുവിശേഷം 9 35 തൊട്ട് 38 വരെയുള്ള വാക്കുകൾ വായിക്കുകയാണ്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികൾ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും സകല വിധ ദീനവും വ്യാധികളും സൗഖ്യമാക്കുകയും ചെയ്തു. അല്ലെ? അപ്പൊ നമുക്കറിയാം യേശു ഇങ്ങനെയായിരുന്നു, ഓരോ സ്ഥലങ്ങളും പോയി ഓരോ വില്ലേജുകളും ചെന്ന്, അല്ലെ? ഗലീല തൊട്ട് ഇങ്ങോട്ട് നടന്ന് കൂടുതലെല്ലാം വന്ന് സമരയിലും എല്ലാം പോയി ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ 36ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്തു വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പൻ എന്ന് പറഞ്ഞു, അല്ലെ? ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, 36ാമത്തെ വാക്കിന് പറഞ്ഞിരിക്കുക, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട്. അപ്പൊ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, ഇടയനില്ലാത്ത ആടുകൾ പോലെ ഹരാസ് ചെയ്യപ്പെട്ടവരായിട്ട് കണ്ടിട്ട്. ഹരാസ് എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കപ്പെട്ടവരായിട്ട്, അല്ല പീഡിപ്പിക്കപ്പെട്ടവരായിട്ട് കണ്ടിട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇടയനില്ലാത്ത ആടുകളെ പോലെ മനുഷ്യരെല്ലാവരും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നവരായിട്ട്. ആരാല പീഡിപ്പിക്കപ്പെടുന്നു? മനുഷ്യരല്ല പീഡിപ്പിക്കുന്ന, പിശാച്, അല്ലെ? പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരായിരിക്കുന്നവരായിട്ട് കണ്ടിട്ട് യേശുവിന് മനസ്സലിഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാരോട് പറയുക, കൊയ്ത്ത് വളരെ അധികമുണ്ട്, ഇവരെ ആത്മാക്കളെ വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്, അല്ലെ? എന്നാൽ കൊയ്യാൻ ആൾക്കാരില്ല താനും. അപ്പൊ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവരുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ, ഇവര് പീഡിപ്പിക്കപ്പെട്ടവരാണ്. പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ, നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന വ്യക്തികൾ അങ്ങനെയാണ്, പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികളാണ്. അവർക്ക് പോലും അറിയത്തില്ല അത്, അല്ലെ? നമ്മൾക്കും പലപ്പോഴും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ്, അല്ലെ? നമ്മള് പലപ്പോഴും ഗോസ്പൽ പറയാൻ വേണ്ടി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെ? നമ്മളോട് ആരെങ്കിലും വന്ന് യേശുവിനെ പറ്റി പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾക്കും ദൈവത്തിന്റെ വഴി കൂടെ വരാൻ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളോടും ദൈവം പറയുവാണ്, നിങ്ങളും ഗോസ്പൽ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇവര് പിശാചിന്റെ പിടിയിലെന്ന് ഒന്ന് വിചാരിച്ചു നോക്കി. ഇങ്ങനെയാണ് ഒരു പട്ടിക്കുഞ്ഞുങ്ങളുടെയൊക്കെ കഴുത്തിൽ, അല്ല, ഒരു തൊടലിട്ടിട്ട് നമ്മളൊക്കെ അതുങ്ങളെ നടക്കാൻ കൊണ്ടുപോകുന്ന പോലെ അതുങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടി പോകുമ്പോ അതിനെ പിടിച്ചു വലിക്കുക ചെയ്ത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പിശാച്, അല്ലെ? ഈ ആൾക്കാര് പിശാച് ബാധിച്ചിരിക്കുന്നവര് ചിലര് കംപ്ലീറ്റ്ലി അവര് പൊസസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാ, അല്ലെ? പിശാചിനാൽ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോളിലാക്കിയ ആൾക്കാരാ. ചിലരുടെ മനസ്സിലേക്കൊക്കെ ഓരോ ഇങ്ങനെ ചിന്തകളൊക്കെ കൊണ്ട് പിശാച് ഇട്ടുകൊണ്ടിരിക്കും, അല്ലെ? പല രീതിയിൽ അവരെ ഉപദ്രവിക്കും, പല രീതിയിൽ അവരെ പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, പല രീതിയിൽ. അപ്പൊ അങ്ങനെയാകുമ്പോ പല രീതിയിലുള്ള അഡിക്ഷൻ വഴി, പല രീതിയിലുള്ള അസുഖങ്ങൾ വഴി, അല്ലെ, ഇവൻ മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾ വചനം പറയണം. വചനം ആത്മാവാണ്, അതിന്റെ എന്താ പറയുക, അത് ജീവനാണ്, അല്ലെ? വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ആത്മാവാണ്, ജീവനുണ്ട് വചനത്തിന്. അത് ഇരുതല വാള് പോലെ, മൂർച്ചയുള്ള വാള് പോലെയാണ്. അതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സകല വിധത്തിലുള്ള ബന്ധനങ്ങളെയും ഇത് പൊട്ടിക്കാൻ സാധിക്കും. അതിന് ദൈവത്തിന്റെ വചനത്തിൽ ഒന്ന് വിചാരിച്ചു നോക്കിയേ. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് പോവാന്ന് വിചാരിച്ചു, അതിനെ ഒരു തൊടലിൽ ഇട്ടോണ്ട് പോവുകയാണെങ്കിൽ അപ്പൊ അതിനെ ആ തൊടല് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള അതിന്റെ കൺട്രോൾ വിട്ടെങ്കിൽ മാത്രമേ ഉള്ള പട്ടിക്കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള അതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് പിശാച് കൺട്രോളിലാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെ ആ തൊടലിൽ നിന്ന് കയ്യിൽ നിന്ന് അവരെ ഒന്ന് വിടുവിച്ചെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷയ്ക്ക്
സാധിക്കത്തുള്ളൂ, അല്ലെ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആ രക്ഷപ്പെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ തൊടലിൽ നിന്ന് ഇതിൽ നിന്ന് അവരെ വിടുവിക്കാനുള്ള ഒരു എന്താ പറയുക ആയുധം, ഒരു ആയുധത്തിന് മാത്രമേ ഉള്ളൂ അവരെ വിടുവിക്കാൻ സാധിക്കത്തുള്ളൂ. അതെന്താ തൊടലിനെ പൊട്ടിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വിടാൻ സാധിക്കത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നവരായിരിക്കണം. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 4 വരുമ്പോൾ 18 വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കും, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനുമായിട്ട്. അപ്പൊ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പിശാചിലെ മനുഷ്യര്, അല്ലെ? അപ്പൊ മനുഷ്യര് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ വിടുവിക്കുന്നതിന് വേണ്ടി, ബന്ധനത്തിലായിരിക്കുന്ന ആൾക്കാരെ അവരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവില്ല പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതേ അഭിഷേകം കൊണ്ട് തന്നെ നമ്മളെയും ഇന്ന് അഭിഷേകം ചെയ്തിരിക്കുക. ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികളെ വിടുവിക്കുന്നതിന് വേണ്ടി, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, അല്ലെ, അവരെ ആ പീഡനത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ അഭിഷേകപ്പെട്ടിരിക്കുന്ന വ്യക്തികളാകുമ്പോ, അഭിഷേകമുള്ള വ്യക്തികളാകുമ്പോ നമ്മൾ എത്രമാത്രം ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെ? ദൈവത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മക്കളെ വിടുവിക്കണം. എത്രമാത്രം നമ്മൾ വിടുവിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ വചനം പറഞ്ഞില്ല എങ്കിൽ ഈ ലോകത്തുള്ള സകല വ്യക്തികളും പിന്നെയും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും, അല്ലെ? പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും പിശാചിനാൽ. അപ്പൊ അവരെയൊക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ പറയുന്ന വചനത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ വചനം പറയുന്ന വ്യക്തികളായിരിക്കട്ടെ, യേശുവിന്റെ അടുത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നവർ ആയിരിക്കട്ടെ നമ്മൾ, അല്ലെ? അവസാനത്തെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശു വരുന്നത് എപ്പോഴും വേണമെങ്കിലും നടക്കാം, അല്ലെ? അപ്പൊ നമ്മളോട് ദൈവം തന്നിരിക്കുന്ന ഒരു കമാൻഡ്മെന്റ് ആണ്, നമ്മൾ പുറത്തു പോയി ദൈവത്തിന് വേണ്ടി ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന കമാൻഡ്മെന്റ് ആണ്, അല്ലെ? എൻഡ്സ് ഓഫ് ദ വേൾഡിലേക്ക് പോകുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അതും ജെറുസലേമിലും പിന്നെ സമരിയയിലും, അല്ലെ, ജൂഡയിലും പിന്നെ സമരിയയിലും പിന്നെ എൻഡ്സ് ഓഫ് ദ വേൾഡിലും പോയി ദൈവത്തിന് വേണ്ടി ഡിസൈപ്പിൾസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരിക്കും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ അവരെ ബാപ്റ്റിസം എടുപ്പിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വഴികളെ പറ്റി അവരെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കമാൻഡ്മെന്റ് ആണ്, ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ആണ്. ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ലംഘിക്കുന്ന വ്യക്തികളായിരിക്കരുത് നമ്മൾ, അല്ലെ? നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന വ്യക്തികളെ, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഉള്ള വ്യക്തികളെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താം പിശാചിന്റെ കയ്യിൽ നിന്ന്. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. വചനം പറയുക, അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് നന്ദി പറയുന്നു. കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രൈസ് യുവർ ഹോളി നെയിം. അങ്ങനെ പോലും ദൈവമില്ല, അങ്ങയുടെ സ്നേഹം പോലും ഒരു സ്നേഹവുമില്ല കർത്താവ്. താങ്ക് യു ജീസസ്. ഞങ്ങൾ തേടിയെത്തിയതാണ് കർത്താവ്. ഞങ്ങൾ ആയിരുന്ന ആ ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതാണ്. അതുപോലെ തന്നെ കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്, ഓ ജീസസ്, ലോകത്തുള്ള സകല ആൾക്കാരെ അവരായിരിക്കും ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത് കേട്ടെന്ന് ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.